कब मिले? कुतुब आलम से फिर दूसरी बार जो है हमने शादी के बाद जो है उनसे मुलाकात हुई। और जब उस वक्त जो है हमको शादी किए हुए तकरीबन जो है 3 साल हो गए थे, औलाद नहीं हुई। तो हमारे घर वाले भी परेशान थे और हम भी परेशान थे। हमारी ज़ौजा भी परेशान थी और हम लोग खुद परेशान थे। ख़ासकर हमारी अम्मी वो बहुत परेशान थी कि औलाद का सिलसिला नहीं हुआ। तो हमने कहा कि फिर जाएंगे हम। और उसी दरमियान में हम जो है फिर हम केरला पहुँचे, उप्पला में पहुँचे। उप्पला में पहुँचे। उप्पला जब हम वहाँ गए तो वहाँ जो है फिर वहाँ से हम सीएम वली अल्लाह के दरबार में पहुँचे तो कुतुब आलम मौजूद थे। कुतुब आलम ने कहा, दूसरे जो ट्रांसलेशन करने उस वक्त जो है ये नहीं थे, शाहुल हमीद कांतापुरम नहीं थे। तो हमने इस बात को एपी अबू बकर साहब शेख जो है मरकज़ सकाफ़त सुनिया के शेख अबू बकर साहब से हमने ज़िक्र किया कि ऐसी सी बात है। एपी उस्ताद से। एपी उस्ताद के साथ जाएगा जी। एपी उस्ताद ने कहा कि हम रहबरी करेंगे, आप घबराइए मत। जब वहाँ गए तो एपी उस्ताद ने कहा, उनसे कुतुब आलम से कहा ऐसी ऐसी बात है और इनको औलाद नहीं है। तो आपने दुआ किया, कुतुब आलम ने हमारी औलाद के लिए दुआ किया और कहा कि औलाद भरपूर होगी और इतनी औलाद होगी कि अल्लाह ताला आपकी आँख और आपकी रूह खुश हो जाएगी। माशाअल्लाह। जी, आपकी आँख भी और आपकी रूह खुश हो जाएगी। फिर उसके बाद औलाद का सिलसिला हुआ, तकरीबन 9 औलाद हुई, जिसमें से 1 इंतकाल कर गए और 8 आज भी मौजूद हैं। ये कुतुब आलम की दुआ की बरकत से अल्लाह तबारक ताला ने हमें 8 औलाद आज हयात में मौजूद है। और 1 बच्चा जो है हमारा गुज़र गया, जो कि माँ के पेट से ही गुज़र चुका है। तो ये दूसरी करामत कुतुब आलम की कि अल्लाह तबारक ताला ने उनकी दुआ कबूल कर ली और उसके बाद अल्लाह ताला ने हमें भी और हमारे घर जौज़ा को और हमारी माँ को भी, हमारे पूरे घर वालों को बहुत सुकून हुआ और कुतुब आलम को याद किया। अल्लाह ताला उनकी उम्र को, उस वक्त हमने कहा उनकी उम्र को जो है दराज फरमाए और उनका साया हमारे सर पर रहे कि उनकी दुआ की बरकत से अल्लाह ताला और भी बरकतें हमें नाजिल फरमाए। तो उसका नतीजा ये हुआ कि तमाम बच्चे माशाअल्लाह उनकी दुआ की बरकत से कामयाब हैं और इंशाअल्लाह कामयाब रहेंगे। ये उनकी दुआ की। പിന്നീട് CM വലിയുള്ളാഹിയെ മിസ്ബാഹ് ഉസ്താദ് കുറേ കാലത്തിന് ശേഷമാണ് കാണാൻ പോണത്. പെങ്ങളുടെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ CM വലിയുള്ളാഹിയെ കാണാൻ പോണത് ഒരു 3 കൊല്ലത്തിന് കുറച്ച് കാലത്തിന് ശേഷമാണ്. അപ്പോൾ എന്താ സംഭവം, ഉസ്താദ് കല്യാണം കഴിച്ചതിന് ശേഷം ഉസ്താദിന് മക്കളൊന്നും ആയിട്ടില്ല. ഏകദേശം 3 കൊല്ലം കഴിഞ്ഞിട്ടും മക്കളാവുന്നില്ല. അപ്പോൾ ഈ മക്കളാവാത്ത ഒരു പ്രയാസം നേരത്തെ ഉസ്താദിനറിയാമല്ലോ, ഷെയ്ഖുനായെ കൊണ്ട് വലിയൊരു പരിഹാരം കിട്ടിയല്ലോ. അവിടെ നിന്ന് തന്നെ പരിഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ ഉസ്താദ് വീണ്ടും കോഴിക്കോടേക്ക് പോവുക. കോഴിക്കോടേക്ക് പോകുമ്പോൾ അന്ന് ശാന്തപുരം ബാക്കവി ഉസ്താദൊന്നും കൂടെ ഇല്ല. അപ്പോൾ ഉസ്താദിന് AP ഉസ്താദുമായിട്ടും മർക്കസുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അൽഹംദുലില്ലാ. ഏതായാലും AP ഉസ്താദുമായി മർക്കസിൽ വന്ന് AP ഉസ്താദിനോട് വിഷയങ്ങൾ പറഞ്ഞിട്ട് AP ഉസ്താദിനെയും കൂട്ടിയിട്ടാണ് ഇടിയങ്കര മൂപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ മൂപ്പൻ്റെ വീട്ടിൽ പോയിട്ട് CM വലിയുള്ളാഹിയോട് ഉസ്താദിൻ്റെ വിഷമങ്ങൾ ഉസ്താദ് പറഞ്ഞു. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി മക്കളായിട്ടില്ല എന്നുള്ള വിഷമം ഉസ്താദിനോട് പറഞ്ഞു, ഷെയ്ഖുനയോട് പറഞ്ഞു. ഷെയ്ഖുനയോട് പറഞ്ഞപ്പം ഇത് AP ഉസ്താദ് CM വലിയുള്ളാഹിയോട് പറഞ്ഞപ്പോൾ CM വലിയുള്ളാഹി, മഹാനായ കുത്തുബുൽ ആലം CM വലിയുള്ളാഹി ദുആയിരുന്നു കൊടുത്തു. അല്ലാഹുവേ നല്ല മക്കളെ കൊടുക്കണം. എങ്ങനത്തെ മക്കളെയാണ്? കണ്ണിന് കുളിർമയാകുന്ന, റൂഹിന് കുളിർമയാകുന്ന നല്ല മക്കളെ അല്ലാഹുവേ നീ നൽകണേന്ന് മഹാനായ CM വലിയുള്ളാഹി ദുആയിരുന്നു കൊടുത്തു. ആ ദുആയുടെ വലിയ അജബാണ്. ഇന്ന് 9 മക്കളാണ്. അതിൽ ഒരു മോൻ അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക്, ഒരു കുട്ടി അള്ളാഹിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങി. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ആ കുട്ടി കാരണം നാളെ സ്വർഗം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹ് തരട്ടെ. ഏതായാലും CM വലിയുള്ളാഹി പറഞ്ഞിട്ട് കിട്ടിയ റഹ്മത്താണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ദുആ ഇറക്കാമല്ലോ. അപ്പോൾ
ബാക്കി 8 മക്കളുണ്ട്. അൽഹംദുലില്ലാ, ആ 8 മക്കളും ഉസ്താദ് പറയുന്നു എനിക്ക് കൺകുളിർമയുള്ള നല്ല മക്കളാണ് ഇതുവരെയും, ഇനി അങ്ങോട്ടും അള്ളാഹു ആ മക്കളെ അങ്ങനെ തന്നെ തരട്ടെ എന്ന്. മലബോധം തന്നു മദിനമ്മിൽ വന്നു